അമുക്കുരം നിങ്ങൾ കേട്ടിട്ടില്ലേ? അമുക്കുരത്തിന്റെ മുഴുവൻ ഗുണങ്ങൾ നിങ്ങൾക്കറിയോ? ഇതുവരെ കേട്ടിട്ടുണ്ടാ? അമുക്കുരത്തിന്റെ എല്ലാ ഗുണസവിശേഷതകളും നിങ്ങൾ അറിഞ്ഞാണ്ടല്ലോ നിങ്ങൾ ഞെട്ടും. ഓക്കെ, അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക, ശ്രദ്ധിച്ച് കേൾക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീണ്ടും ആവർത്തിച്ച് കാണുക, ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അമുക്കുരം നമുക്ക് ആരംഭിക്കാം. വീഡിയോ ലൈക്ക് ചെയ്തില്ലേ? എന്നാ തുടങ്ങി. അതായത് അമുക്കുരം മലയാള പദമാണ്. ഇതിന്റെ സംസ്കൃതം അശ്വഗന്ധ, വാചീഗന്ധ എന്നൊക്കെയാണ് ഈ ഔഷധ സസ്യത്തിന്റെ പേര്. ഇതിന്റെ വേരാണ് ഉപയോഗിക്കാന്ന് എല്ലാവർക്കും അറിയാം, അറിയില്ലേ? ഇതിന്റെ ബൊട്ടാനിക്കൽ നെയിം വിതാനിയ സോംനിഫെറ. വിതാനിയ സോംനിഫെറ സൊളാനേസെ ഫാമിലിയിൽ വരും. ഇന്ത്യൻ ജിൻസങ് എന്നാണ് വിളിക്കുന്നത്. ചൈനീസ് ജിൻസങ് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവല്ലോ. അതേപോലെ അല്ലെങ്കിൽ അതിനേക്കാളും വിശേഷപ്പെട്ട വൈഡ് റേഞ്ച് ആപ്ലിക്കേഷനുള്ള ഒരുപാട് ഗുണസവിശേഷതകളുള്ള ഒരു ഔഷധ സസ്യമാണ് വിതാനിയ സോംനിഫെറ എന്ന ബൊട്ടാനിക്കൽ നെയിമുള്ള സൊളാനേസെ ഫാമിലിയിൽ പെട്ട അശ്വഗന്ധ. അമുക്കുരം എന്ന് മലയാളം പേര്. അശ്വഗന്ധ എന്നാണ് തമിഴിൽ വിളിക്കുന്നത്. വാചീഗന്ധ എന്നും സംസ്കൃതത്തിൽ പേരുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിന്റെ പേരാണ് നമ്മൾ ഉപയോഗിക്കാനായിട്ട് എടുക്കുക. അപ്പൊ അതിന് ഒരു ശുദ്ധിക്രമമുണ്ട്. ശുദ്ധി എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലരും ശ്രദ്ധിച്ചിട്ടില്ലാത്തൊരു പോയിന്റ് ആയിരിക്കും. പാലിൽ പുഴുങ്ങുക. പാലിലിട്ട് പുഴുങ്ങിയിട്ട് വേര് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് പാലിലിട്ട് പുഴുങ്ങി നിഴലിൽ ഉണക്കും. അതാണ് ശുദ്ധിക്രമം. അത്രേ ഉള്ളൂ. ശുദ്ധി ചെയ്യാന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പേടിക്കണ്ട. ഇതിന് അത്രമാത്രം അപകടമൊന്നുമില്ല. നമ്മളൊന്ന് വഴിയിലേക്ക് ഇറങ്ങി ഒന്ന് നീട്ടി ശ്വാസം വലിച്ചാൽ കിട്ടുന്ന അത്ര അപകടമൊന്നും ഇതിലില്ല. മനസ്സിലായോ? എന്നാലും ശുദ്ധി ചെയ്തിട്ട് ഉപയോഗിക്കാനായിട്ട് ആചാര്യന്മാർ വിധിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് ശുദ്ധിക്രമം പാലിൽ പുഴങ്ങി നിഴലിൽ ഉണക്കിയെടുക്കുക. അപ്പൊ ശുദ്ധിക്രമമായി. ഓക്കെ, അങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് അർത്ഥം. ഓക്കെ, അപ്പൊ അതിന് കൂടുതൽ ഗുണം ലഭിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പാലിൽ പുഴുങ്ങി ഉണക്കിയ അശ്വഗന്ധം അമുക്കുരമാണ്. നമ്മൾ അതിന്റെ വേരാണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ പേരുകൾ സിനോണിംസ് പറഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ രസഗുണ വീര്യഭാഗങ്ങൾ നോക്കാം. അതായത് ഇതിന് സ്നിഗ്ധ ഗുണമാണ്. സ്നിഗ്ധ ഗുണമാണ് ഇതിന്റെ പ്രത്യേകത. പറയാം, ഉഷ്ണവീര്യമാണ്. ഉഷ്ണവീര്യവും സ്നിഗ്ധ ഗുണമാണ്. സ്നിഗ്ധ ഗുണമുള്ള ഔഷധസസ്യങ്ങളെല്ലാം പൊതുവെ ശീതമായിരിക്കും. മനസ്സിലായി? പക്ഷെ ഇത് ഉഷ്ണവീര്യമാണ് ഈ ചെടിക്ക്, ഈ ഔഷധസസ്യത്തിന്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഇതിന് വൈഡ് റേഞ്ച് ആപ്ലിക്കേഷൻ ഉണ്ട്. ഒട്ടനവധി ഗുണങ്ങൾ. രണ്ടും ഒന്ന് തന്നെയാണ്. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒട്ടനവധി എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെയല്ലേ. അതുപോലെ ഒട്ടനവധി ഗുണങ്ങളുള്ള ഒരു സംഗതിയാണ്. ഇതിനെപ്പറ്റി സ്വദേശത്തും ഇന്ത്യക്കകത്തും പുറത്തുമായിട്ട് ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അനാലിസിസും റിസർച്ച് സ്റ്റഡീസും ഇതുപോലെ നടന്നിട്ടുള്ള മറ്റു ഔഷധങ്ങൾ ഉണ്ടോ എന്ന് സംശയമാണ്. US നിന്നും ജർമ്മനിയിൽ നിന്നും ഒക്കെ ഒരുപാട് പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഔഷധ സസ്യത്തെ പറ്റി. അതുകൊണ്ട് തന്നെ ഇതൊരു അത്ഭുത സസ്യമാണ്. ഇതിന്റെ കാരണം മറ്റൊന്നുമല്ല, വൈഡ് റേഞ്ച് ആപ്ലിക്കേഷനാണ്. ഒരുപാട് സിസ്റ്റത്തിൽ ഒരുപാട് രോഗാവസ്ഥകളിൽ അത്ഭുതാർഹമായ ഗുണങ്ങൾ ഇതിന് സിദ്ധിച്ചിട്ടുണ്ട്. അത് വിശദമായിട്ട് പറയാം. വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ, അപ്പൊ ഇതിന് നമുക്ക് എവിടെ നിന്നാ തുടങ്ങാന്നാണ്. എന്താ വെച്ചാൽ അത്രയും ഗുണങ്ങൾ പറയാനേ നമുക്കൊരു പഠിക്കാം. ഇതൊരു നെർവൈൻ ടോണിക്കാണ്. നെർവൈൻ ടോണിക്കായിട്ട് വർക്ക് ചെയ്യുന്നത്. വാദത്തെ ശമിപ്പിക്കും, കഫത്തെ ശമിപ്പിക്കും. മനസ്സിലായോ? അപ്പൊ ഇതിന് രണ്ടിനും നല്ലതാണ്. വാദസംബന്ധമായ അസുഖങ്ങൾക്കും കഫസംബന്ധമായ അസുഖങ്ങൾക്കും നല്ലതാണ്. നെർവൈൻ ടോണിക്കാണ് ഇത് സൈക്യാട്രിക് കണ്ടീഷൻസിനൊക്കെ, മാനസിക അസ്വാസ്ഥ്യമുള്ള രോഗങ്ങൾ, അപസ്മാര ചികിത്സയിലൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഉറക്കക്കുറവിന് വളരെയധികം ഫലപ്രദമാണ്. ഉറക്കക്കുറവ്, അതുപോലെ ബ്രെയിൻ സെൽ ഡീജനറേഷൻ, ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക്, അതുപോലെ ബ്രെയിനിന്റെ ഡെവലപ്മെന്റ് ശരിയല്ലാതെ വരുന്ന കുട്ടികൾക്കൊക്കെ ഇത്തരം ഇത് ചേർത്ത അശ്വഗന്ധം ചേർത്തുള്ള ഔഷധങ്ങൾ ഒരുപാടായിട്ട് ഉപയോഗിച്ചു വരുന്നുണ്ട്. ഓട്ടിസം പോലുള്ള രോഗാവസ്ഥകൾ, അതുപോലെ പിള്ളവാദം, പക്കവാദം, പോളിയോ, ഡിലേഡ് മൈൽസ്റ്റോൺസ്, അത്തരം കുട്ടികളെ ചികിത്സിക്കുന്നതിനും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ കുട്ടികളുടെ ബാല ചികിത്സയിലും വളരെ പ്രാധാന്യമുണ്ട്. ഗർഭിണികൾക്ക് ചികിത്സിക്കുന്നുണ്ട്, വൃദ്ധന്മാരെ ചികിത്സിക്കുന്നുണ്ട്, യുവാക്കളെ ചികിത്സിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇതിന്റെ അപ്ലിക്കേഷൻ ഉണ്ട്. സ്ത്രീ രോഗങ്ങൾക്കുണ്ട്. ഇനി ഇതിന്റെ ഗുണങ്ങൾ നന്നായിട്ട് പറയാം, ശ്രദ്ധിച്ചു കേട്ടോ. അപ്പോൾ ഉറക്കക്കുറവിന്, മാനസികാരോഗ്യത്തിന്, അതുപോലെ തലച്ചോറിന്റെ ബുദ്ധി വികാസത്തിന്, ഓർമ്മക്കുറവ്, അൽഷിമേഴ്സും പാർക്കിൻസൺസ് പോലുള്ള രോഗാവസ്ഥകൾ, നെർവൈൻ ടോണിക്ക എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ന്യൂറോളജിയുമായി ബന്ധപ്പെട്ട ഒരുപാട് രോഗാവസ്ഥകൾ, അതുപോലെ വാദത്തെ ശമിപ്പിക്കുന്നതിന് ഫലപ്രദമാണ്. അതുകൊണ്ട് വേദനകളൊക്കെ കുറയാനായിട്ട് സഹായിക്കും. ഈ ട്രാങ്കുലൈസിങ് എഫക്റ്റ് ഉണ്ട് ഉറക്കത്തിനൊക്കെ. ഉറക്കക്കുറവുള്ളവർക്കും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്കും ഇത് ചേർന്നുള്ള ഔഷധങ്ങൾ നിർദ്ദേശിക്കാറുണ്ട്. ധാരാളമായിട്ട് ഉപയോഗിച്ചു വരുന്നു. ഇനി നമുക്ക് ഇത് മസിൽ പുഷ്ടി ഉണ്ടാകും, ശരീരപുഷ്ടി ഉണ്ടാകുന്നതിന് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ശോഷിച്ചവർക്ക്, ഇപ്പോൾ ബാലന്മാരൊക്കെ, കുട്ടികളൊക്കെ ഇങ്ങനെ പലതരം രോഗബാധിത കൊണ്ടും മുൻപറഞ്ഞ രോഗാവസ്ഥകൾ കൊണ്ടൊക്കെ അവർ വളരെയധികം മെലിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ കർമ്മകരണ ശക്തി എന്ന് പറയും, അതായത് അവരുടെ ആ ബുദ്ധിവികാസം ശരിയായ രീതിയിൽ പ്രവർത്തിക്കാതെ, ആ ബുദ്ധി വളർച്ച പ്രാപിക്കാതെ, അവർക്ക് ആ ഇന്റലക്ച്വൽ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ നടക്കുന്നില്ലെങ്കിലും ഈ ഔഷധം ഉപയോഗിക്കാറുണ്ട്. അതുപോലെ പക്കവാദം, പോളിയോ, നടക്കാൻ പ്രയാസം, ഡിലേഡ് മൈൽസ്റ്റോൺസ്, കുറച്ച് നടന്നു കഴിഞ്ഞാൽ തളർന്നു വീഴുക, അതുപോലെ ക്ഷീണം, തളർച്ച, മെലിച്ചിൽ, ഇത്തരം രോഗാവസ്ഥകളൊക്കെ ഇതിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ മാനസികാസ്വാസ്ഥ്യം പറഞ്ഞു, ഉറക്കക്കുറവ് പറഞ്ഞു, ബ്രെയിൻ ഡെവലപ്മെന്റ് പറഞ്ഞു, വാതരോഗങ്ങൾ, നെർവൈൻ ടോണിക്, പീഡിയാട്രിക് കംപ്ലൈൻസ്, ഓട്ടിസം, അതുപോലെ പോളിയോ, പക്ക രോഗങ്ങൾ, ഇതിനൊക്കെ ഉപയോഗിക്കാം. ഇനി ഗർഭിണികൾക്ക് അതുപോലെ പ്രസവശേഷവും
മനസ്സിലായി? പ്രസവം കഴിഞ്ഞിട്ടും ഒരുപാട് മെലിഞ്ഞ സ്ത്രീകളൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരുപാട് ക്ഷീണവും മെലിച്ചിലൊക്കെ ഉണ്ടാവുക, വായു വർദ്ധിക്കുക, വായുവിന്റെ സ്തംഭം ഉണ്ടാവുക, അത്തരം അവസ്ഥയിലൊക്കെ ഇത് നിർദ്ദേശിക്കുന്നുണ്ട്. എങ്ങനെ തയ്യാറാക്കി കൊടുക്കേണ്ടത് ഞാൻ വഴി പറയാം. അതുപോലെ വളരെ രഹസ്യമായിട്ട് ഉള്ള ചില ഔഷധ പ്രയോഗങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് പറഞ്ഞത്. രഹസ്യമൊന്നുമല്ല കേട്ടോ, പലർക്കും അറിയില്ല, പ്രചാരത്തിലില്ലാത്ത ചില റയറായിട്ടുള്ള ആപ്ലിക്കേഷൻ കൂടെ പറയാന്ന് മാത്രം, അത്രേ ഉള്ളൂ. രഹസ്യമൊന്നുമില്ല. നമുക്ക് എന്ത് രഹസ്യം? ആയുർവേദത്തിന് എന്ത് രഹസ്യം? എല്ലാം പരസ്യം തന്നെയാണ്. ഓക്കെ. അപ്പൊ ഗർഭിണികൾക്ക് ആ ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന വാതകോപങ്ങളും ആ കുട്ടികളുടെ വളർച്ചക്കുറവിനും അതൊക്കെ സഹായിക്കും, ഇത് നിർദ്ദേശിക്കാറുണ്ട്. അപ്പൊ ബുദ്ധിവികാസത്തിനും ഒക്കെ നന്നാവും. ബ്രെയിൻ ടോണിക് ആണെന്ന് പറഞ്ഞല്ലോ, നെർവൈൻ ടോണിക് ആണെന്ന് പറഞ്ഞല്ലോ. അതുപോലെ പ്രസവശേഷം ഇതുപോലെ മെലിഞ്ഞിരിക്കുന്നവർക്കും, ഒരുപാട് മെലിഞ്ഞ് ക്ഷീണിച്ചിരിക്കുക എന്ന് വെച്ചാൽ ആ പ്രസവം എന്ന് പറഞ്ഞാൽ അത് വളരെ ആയാസം ഉണ്ടാകുന്ന ഒരു കർമ്മമാണല്ലോ. അപ്പൊ അതിനുശേഷം കൂടുതൽ വാതകോപവും ക്ഷീണവും തളർച്ചയൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഈ അമുക്കുരം നിർദ്ദേശിക്കാറുണ്ട്. അങ്ങനെ വേണമെന്നുള്ളത് ഞാൻ വഴി പറയാം. ഓക്കെ. അതുപോലെ മറ്റൊരവസ്ഥയാണ് ഇൻഫെർട്ടിലിറ്റി, കുട്ടികൾ ഉണ്ടാകാത്ത അവസ്ഥ. മനസ്സിലായില്ലേ? ഇൻഫെർട്ടിലിറ്റി, ഇമ്പോർട്ടൻസി. ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇതുപോലെ ഗർഭധാരണം നടക്കാത്ത അവസ്ഥയിൽ, അതുപോലെ ലൈംഗിക രോഗങ്ങളുള്ളവർക്ക്, സെക്ഷൽ ഇമ്പോർട്ടൻസി, സെക്ഷൽ ഡെബിലിറ്റി, അതുപോലെ സ്പേം കൗണ്ട് കുറവ്, മോട്ടിലിറ്റി കുറവ്, വോളിയം കുറവ്, ഇത്തരം അവസ്ഥയിലൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ലേഡീസിനുണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ്, മൂഡ് സ്വിങ്ങിങ്, ഇതിനും ഇത് കൊടുക്കാം. പെട്ടെന്ന് ദേഷ്യം വരിക, സങ്കടം വരിക, അങ്ങനത്തെ അവസ്ഥയിൽ, അത്തരം രോഗാവസ്ഥയിലും ഹോർമോണൽ ഇംബാലൻസിലും ഈ അശ്വഗന്ധം അല്ലെങ്കിൽ അമുക്കുരം ഉപയോഗിക്കാറുണ്ട്. വൈഡ് റേഞ്ച് ആപ്ലിക്കേഷനാണ്. ഇനി പ്രായമായവർക്ക്, അതാണ് മറ്റൊരു അത്ഭുതം, ആന്റി ഏജിങ് എന്ന് വിളിക്കും. വൃദ്ധന്മാർക്ക് ക്ഷീണം ഉണ്ടാവുക, തളർച്ച ഉണ്ടാവുക, അതുപോലെ മറ്റ് രോഗപീഠകൾ കൊണ്ട് ക്ഷീണം അനുഭവപ്പെടുക. ഇനി ആന്റി ക്യാൻസർസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്യാൻസർ സെൽസ് ഗ്രോത്ത് സ്പ്രെഡ് കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഇനി അതല്ലെങ്കിൽ ക്യാൻസറിന് നമ്മൾ റേഡിയേഷനോ കീമോതെറാപ്പി അതുപോലുള്ള ചികിത്സകൾ ചെയ്താൽ അതുവഴി നമുക്ക് ശരീരത്തിന് ഉണ്ടാകാൻ സാധ്യതയുള്ള കേടുപാടുകളിൽ നിന്ന് ശരീരത്തെ വീണ്ടെടുക്കുന്നതിന് സഹായിക്കും അമുക്കുരം. അതിനും ഫലപ്രദമാണ്. ഓക്കെ. അപ്പോൾ അതുപോലെ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾ എല്ലാവരും കേട്ടറിവുണ്ടാവുന്ന സംഭവം ഈ സെക്ഷൽ ഡെബിലിറ്റിക്കാണ് കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നത്. അതിനും ഒരു വൈഡ് റേഞ്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട്. എന്താ വെച്ചാൽ അമുക്കുരം ചേർന്നിട്ടുള്ള ഒരുപാട് പാറ്റന്റ് ഗുളികകളും ഔഷധങ്ങളും നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. ആയുർവേദ ഔഷധ നിർമ്മാണത്തിൽ പ്രധാന ഒരു ചേരുവയാണ് അമുക്കുരം. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ ഫെമിലിയർ ആണ് ഇതിന്റെ പ്രയോഗങ്ങൾ. പക്ഷെ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണ്ടാവില്ല, അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ വെച്ചത്. ഓക്കെ. പിന്നെ ആന്റി ഏജിംഗ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ ജിൻസെങ് എന്ന് വിളിക്കുന്നുണ്ട്. മനസ്സിലായോ? ഇന്ത്യൻ, അതായത് ചൈനീസ് ജിൻസെങ് വളരെ ഫേമസ് ആണ്. അതായത് നമ്മുടെ ആന്റി ഏജിങ്, നമ്മുടെ ആ യുവത്വത്തെയും പുരുഷത്വത്തെയും നിലനിർത്തും, എന്നും യുവാവായിട്ടിരിക്കാനായിട്ട് സഹായിക്കും. അതിന് ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് ചൈനീസ് ജിൻസെങ്. അതേപോലെ തന്നെ അല്ലെങ്കിൽ അതിനും മികച്ച റിസൾട്ട് കാണിക്കുന്ന തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണ് വിഥാനിയ സോംനിഫെറ, അശ്വഗന്ധ, അമുക്കുരം. ഓക്കെ. അപ്പോൾ ആന്റി ഏജിങ് ആണ്, വൃദ്ധന്മാരെ യുവാക്കളാക്കാൻ സാധിക്കുന്ന പറയുന്നത് ഈ ഔഷധ പ്രയോഗമുണ്ട്. ഇനി ആയുർവേദ ഔഷധമാണ് പറ്റി ചിന്തിക്കുകയാണെങ്കിൽ ഒരുപാട് ഔഷധങ്ങൾ തയ്യാറാക്കാനായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ധന്വന്തരം തൈലം, ബലാശ്വഗന്ധാദി തൈലം, അശ്വഗന്ധാരിഷ്ടം, അശ്വഗന്ധ ഘൃതം, അശ്വഗന്ധാദി ലേഹ്യം, അജ അശ്വഗന്ധ ലേഹ്യം. ഇത് മസിൽ പുഷ്ടിക്കും. അതുപോലെ അസ്ഥി തേയ്മാനം, ഡീജനറേറ്റീവ് ചേഞ്ചസ്, ഓസ്റ്റിയോപോറോസിസ് പോലുള്ള അവസ്ഥകൾ, ന്യൂറോളജിക്കൽ കണ്ടീഷൻസ്, ആമവാ. വൃദ്ധന്മാരെ ചെറുപ്പക്കാരാക്കുന്ന നിങ്ങൾക്ക് അറിയാം, ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും. അമുക്കുരത്തിന്റെ പ്രയോഗങ്ങൾ പ്രത്യേകിച്ച് ഒരുപാട് രോഗികൾ രഹസ്യമായിട്ട് ചോദിച്ചറിയുന്നതാണ് ഇതിന്റെ ഗുണങ്ങളും പ്രയോഗങ്ങളും ഇതിന്റെ എഫക്റ്റീവ്നെസ് ഒക്കെ. അപ്പൊ അതുകൊണ്ടാണ് ആന്റി ഏജിംഗ് വിളിക്കുന്നത്. അതുപോലെ വൈഡ് റേഞ്ച് ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ വൃദ്ധന്മാർക്ക് കൊടുക്കാന്ന് പറഞ്ഞു, ബാലന്മാർക്ക് കൊടുക്കാന്ന് പറഞ്ഞു, ഗർഭിണികൾക്ക് കൊടുക്കാന്ന് പറഞ്ഞു, സൈക്യാട്രിക് കണ്ടീഷനിൽ പ്രയോഗിക്കാന്ന് പറഞ്ഞു. അതുപോലെ മസിൽസിനെ പുഷ്ടിപ്പെടുത്തുന്നതിന്, ശരീരപുഷ്ടി ഉണ്ടാക്കുന്നതിന്, ഡീജനറേറ്റീവ് ചേഞ്ചസ്, ഓസ്റ്റിയോപോറോസിസ് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ഈ തേയ്മാനവുമായി ബന്ധപ്പെട്ട വാതരോഗങ്ങൾ കഠിനമായ പെയിൻ ആയിരിക്കും, കലശലായ വേദന ഉണ്ടാവും. അപ്പോൾ ഒരു വേദനാ സംഹാരിയായിട്ടും ഇത് ഉപയോഗിക്കാം. ചില മോഡേൺ പെയിൻ കില്ലേഴ്സിലൊക്കെ ഇതിന്റെ എക്സ്ട്രാക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത്, അങ്ങനെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അതിനും ഉപയോഗിച്ച് വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു വേദനാ സംഹാരി കൂടിയാണത്, പെയിൻ കില്ലറാണ്. അതുപോലെ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വാദത്തെ ശമിപ്പിക്കലോ. ഡീജനറേറ്റീവ് ചേഞ്ചസിൽ ഓസ്റ്റിയോപോറോസിസ് പോലെ അസ്ഥിധാതു ക്ഷയിച്ചുണ്ടാകുന്ന രോഗങ്ങൾ ഇത് കൊടുക്കും. മാംസധാതു വർദ്ധിക്കുന്നതിന്, ശരീരപുഷ്ടി ഉണ്ടാകുന്നതിന് കൊടുക്കും. അപ്പൊ അതുകൊണ്ട് ഒരുപാട് ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്നവർ, എക്സസൈസ് ചെയ്യുന്നവരൊക്കെ ഇത് ഉപയോഗിക്കാം, നല്ലതാണ്. ഓക്കെ. അവർക്കും ഇത് ഗുണപ്രദമാണ്. എല്ല് തേയ്മാനം, മാംസപുഷ്ടി, നെർവൈൻ ടോണിക് ആണ്, ആന്റി ഏജിംഗ് ആണ്. ഞാൻ വീണ്ടും എടുത്ത് പറയാം നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ ഇത്തരം ഔഷധങ്ങൾ പറഞ്ഞു. അപ്പോൾ ധന്വന്തരം തൈലത്തിലൊക്കെ ഉപയോഗിക്കും, ചേർക്കും. ധന്വന്തരം തൈലൊക്കെ അമുക്കുരം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത് ഗർഭിണികൾക്കൊക്കെ ധന്വന്തരം തൈലം പ്രസവത്തിന് മുൻപേ നമ്മൾ തേച്ച് കുളിപ്പിക്കുന്നതൊക്കെ ശീലമാക്കും. അപ്പോൾ അത് അവർക്ക് ആ ഗർഭാവസ്ഥയിലുണ്ടാകുന്ന പീഡകൾ, അതുപോലെ പ്രസവ സമയത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്കും ഒക്കെ ക്ഷീണമില്ലാതിരിക്കുന്നതിനും അത് ശരീരത്തെ ബാധിക്കാതിരിക്കുന്നതിനും പ്രസവരക്ഷയുടെ ഭാഗമാണല്ലോ ധന്വന്തരം തൈലം. അതറിയാത്തവരാരുള്ളത്. അപ്പൊ അതില് പ്രധാന ഘടകമാണ് അമുക്കുരം. അതുപോലെ സ്കിന്നിനും, അപ്പൊ ഈ ഡെലിവറിക്ക് ശേഷം സ്ട്രെച്ച് മാർക്സ് ഒക്കെ ഉണ്ടാവും വയറ്റിലൊക്കെ. അപ്പൊ അതൊക്കെ കുറയ്ക്കാനും ഇല്ലാതാക്കുന്നതിനും പ്രസവത്തിന് മുൻപ് തന്നെ ധന്വന്തരം കുഴമ്പ് തേച്ച് കുളിക്കുന്നതൊക്കെ പതിവുണ്ട്. കേരളത്തിൽ പ്രത്യേകിച്ചും ചെയ്തു വരാറുണ്ട്. ഇപ്പോൾ പുതിയ തലമുറ അതൊക്കെ മറക്കുകയാണ്, അതിനും താല്പര്യക്കുറവ് കാണിക്കുന്നത്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതിന് ഒട്ടനവധി ഗുണങ്ങളുള്ള അമുക്കുരം ചേർന്ന ഒരു സംഗതിയാണ് ഈ ധന്വന്തര തൈലം. അതുപോലെ കുട്ടികൾക്ക് ഈ ബലാശ്വഗന്ധാദി തൈലം തേപ്പിച്ച് കുളിപ്പിക്കും, ബലാശ്വഗന്ധാദി തൈലം.
ദേഹപുഷ്ടി ഉണ്ടാകുന്നതിനും വാദസംബന്ധമായ രോഗങ്ങൾക്കും, ഇതുപോലെ പോളിയോ, പക്കവാദം ഇത്തരം രോഗങ്ങൾ പറഞ്ഞില്ലേ, അതിനൊക്കെ അശ്വഗന്ധാദി തൈലം തേച്ച് കുട്ടികൾക്ക് കുളിപ്പിക്കാറുണ്ട്. ഇനി അതുപോലെ വാദസംബന്ധമായ രോഗങ്ങളാണ് നാരായണ തൈലം ഉപയോഗിക്കുന്നത്. നാരായണ തൈലം അത് അകത്തേക്ക് സേവിപ്പിക്കാനും നസ്യത്തിനും വസ്തിക്കും അഭ്യംഗത്തിനും എല്ലാം ഒരുപോലെ ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണ് നാരായണ തൈലം. നാരായണ തൈലം തയ്യാറാക്കാനായിട്ട് അമുക്കുരം വേണം, അമുക്കുരില്ലാതെ പറ്റില്ല. മനസ്സിലായി? അപ്പോൾ ഇത്രയും പ്രാധാന്യമുള്ള ഒരു ഔഷധമാണ്. ഞാൻ പേഴ്സണലായിട്ട് ഈ നടക്കാനൊക്കെ പ്രയാസം വരുന്ന രോഗികൾക്ക് ഒരു ഘട്ടത്തിൽ അവർക്ക് സഹചരാതി കഷായത്തിൽ നാരായണ തൈലം മേമ്പൊടി ചേർത്ത് നിർദ്ദേശിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ അതായത് മുടന്തിനൊക്കെ നടത്തത്തിലൊക്കെ വ്യത്യാസം വരിക, ഗേറ്റിലൊക്കെ ഡിഫറൻസ് വരുന്ന അവസ്ഥയിലൊക്കെ ഫലപ്രദമായിട്ട് കണ്ടിട്ട് ഒരുപാട് രോഗികൾക്ക് നമ്മൾ ചികിത്സയുടെ ഒരു അവസാന ഭാഗത്ത് നമുക്ക് ഇത് പ്രയോഗിക്കാറുണ്ട്. സഹചരാതി കഷായത്തിൽ നാരായണ തൈലം മേമ്പൊടി ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിലൊക്കെ പ്രധാന ഘടകമാണ്, ഒരു കണ്ടന്റാണ് അമുക്കുരം എന്ന് പറഞ്ഞത് മാത്രം, വിധാനിയ സോംനിഫെറ. ഓക്കെ, അപ്പോൾ ഇനി മറ്റേ അശ്വഗന്ധാരിഷ്ടം ഉണ്ട്. അശ്വഗന്ധാരിഷ്ടം ഇതുപോലെ ഇതേ ഗുണങ്ങളാണ്. അതായത് നെർവൈൻ ടോണിക് ആണ്, ഉറക്കക്കുറവിനും മാനസികാരോഗ്യത്തിനും ഓർമ്മക്കുറവിനും ബുദ്ധിയുടെ വളർച്ച കുറയുമ്പോഴും ഒക്കെ നമ്മൾ അശ്വഗന്ധാരിഷ്ടം നിർദ്ദേശിക്കാറ് ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അശ്വഗന്ധാദിലേക്കും അത് ദേഹപുഷ്ടി ഉണ്ടാകുന്നതിന്, അതുപോലെ പ്രസവരക്ഷയ്ക്ക് പ്രസവശേഷം അശ്വഗന്ധാദിലേക്കും കൊടുക്കും. മനസ്സിലായി? അതുപോലെ ശരീരപുഷ്ടി വേണ്ടവർക്ക് അജ അശ്വഗന്ധാദിലേക്കും, അതായത് ആട്ടിൻമാംസം കൂടി ചേർത്ത് തയ്യാറാക്കുന്ന അജ അശ്വഗന്ധാദിലേക്കും ലഭ്യമാണ്. മനസ്സിലായി? അപ്പൊ അത് നോൺ വെജ് കഴിക്കാൻ താല്പര്യമില്ലാത്തൊരു സസ്യഭുക്കുകളായവർക്ക് അത് താല്പര്യം ഉണ്ടാവില്ല. അജം അശ്വഗന്ധം എന്ന് പറയുന്നത് ആട്ടിമാംസം കൂടി ചേർത്താണ് തയ്യാറാക്കുന്നത്. അവർക്കാണ് അജ അശ്വഗന്ധം. പക്ഷെ അത് ശരീരപുഷ്ടി ഉണ്ടാവാൻ, ദേഹപുഷ്ടി ഉണ്ടാവാനായിട്ട് കൂടുതൽ ഫലപ്രദമാണ് അജ അശ്വഗന്ധാദിലേക്ക്. പിന്നെ അശ്വഗന്ധാദി ഘൃതമുണ്ട്, ഇനി ചൂർണ്ണമുണ്ട്. അശ്വഗന്ധ ചൂർണ്ണം അങ്ങനെ തന്നെ മാർക്കറ്റിൽ ലഭിക്കും. അശ്വഗന്ധാദി ചൂർണ്ണം മറ്റു മരുന്നുകളോട് ചേർത്ത് അശ്വഗന്ധാദി ചൂർണ്ണം ലഭിക്കും. ഇനി ഇതൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കണമെന്ന് പറയാം. അപ്പോൾ പൊതുവെ നമ്മൾ അശ്വഗന്ധ ചൂർണ്ണം, അശ്വഗന്ധ നമ്മൾ പൊടിച്ച് പാലിൽ പുഴുങ്ങി പൊടിച്ച് നിഴലിൽ ഉണക്കി പൊടിച്ച് ഉപയോഗിക്കുന്നു പറയും. അതേപോലെ അശ്വഗന്ധ ചൂർണ്ണത്തിന് ഇതുപോലെ നമ്മൾ പാലിൽ പുഴുങ്ങുക, അമുക്കുരം ഇട്ടിട്ട് വെയിലിട്ടിട്ട് പാലിൽ പുഴുങ്ങിയിട്ട് ഉണക്കി പൊടിച്ച് ഉപയോഗിക്കാം. ഇനി അതല്ലെങ്കിൽ പാൽ കഷായമായിട്ട് കൊടുക്കും. അതിനെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഗർഭിണികൾക്കൊക്കെ നിശ്ചയിക്കുകയാണെങ്കിൽ ഒരു 30 ഗ്രാം എടുത്താൽ മതി. അതിലൊരു ഉരി പാലും ഇരട്ടി വെള്ളവും ചേർക്കും. ഇരട്ടി പോലെ 3 ഇരട്ടി വെള്ളം വേണ്ടി വരും. ഉരി പാലിൽ ഒരു 2 ഗ്ലാസ് വെള്ളം ചേർക്കാം. എന്നിട്ട് 2 ഇരട്ടി വെള്ളം ചേർക്കാം. 30 ഗ്രാം ചതച്ചിട്ടിട്ട് പാല് കാച്ച. ആ പാല് കാച്ചിന് അല്പം മധുരം ചേർക്കാം, അതല്ലെങ്കിൽ ഒരു തെന്നന്തിരിവിളി പൊടിച്ച് ചേർക്കാം. ഇത് രാത്രി ഭക്ഷണശേഷം കൊടുക്കാം. പിന്നെ അതുപോലെ ഈ അശ്വഗന്ധ ചൂർണ്ണം ആണ് നമ്മൾ ഈ ബ്രെയിൻ വികാസത്തിന് ആയിട്ട് കൊടുക്കുക. അത് പാലിൽ ചേർത്ത് കൊടുക്കാറുണ്ട്. ഇനി വളരെ വിശേഷമായിട്ട് നമ്മൾ ഈ ബാക്ക് പെയിൻ ഒക്കെ വന്നിട്ട് അഭിഘാതജമായിട്ടൊക്കെ നടുവിനൊക്കെ ഇടി വെച്ചിട്ട് വീഴ്ച വെച്ചിട്ട് ആക്സിഡന്റുകളൊക്കെ വെച്ചിട്ട് നടുവേദന ഇനി കുറെ കാലങ്ങൾക്ക് ശേഷം ഒരു ഫ്രാക്ചർ ഉണ്ടായി, ഒരു ആക്സിഡന്റ് ഉണ്ടായി, അന്ന് അതിന് പ്ലാസ്റ്ററും കാര്യങ്ങളൊക്കെ ഇട്ടു ചികിത്സ ചെയ്തു. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം 5-8 വർഷം ശേഷം പിന്നീട് ബാക്ക് പെയിൻ ഒക്കെ വരിക. അങ്ങനെയുള്ള രോഗികളെ നമ്മൾ അഡ്മിറ്റ് ചെയ്തൊക്കെ ചികിത്സിച്ച് കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ്, അതായത് ആ നല്ലിരിക്കാൻ പീരീഡ് ഉണ്ടാവില്ലേ, ആ സമയത്ത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അമുക്കുരം പാലിട്ട് വേവിച്ച കഷായത്തിൽ, ആ പാൽ കഷായത്തിൽ പൊടിയരി നുറുക്കരിയിട്ട് കഞ്ഞി വയ്ക്കും. എന്നിട്ട് ആ പാൽക്കഞ്ഞി ഉണ്ട്, ആ പാൽക്കഞ്ഞി നമ്മൾ തിപ്പലി നെയ്യിൽ മൂപ്പിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കും. അത് ചേർത്ത് കഴിക്കാൻ പറയും. അത് ആ നല്ലിരിക്കയിൽ ചെയ്യാറുണ്ട്. അതൊരു അധികം കോമൺ ആയിട്ട് ഉപയോഗിച്ചു വരാത്തൊരു സംഗതിയാണ്. പാൽ കഷായം വെക്കുക, അമുക്കുരം ഇട്ട് തിളച്ച പാലിൽ പൊടിയരിയിട്ട് കഞ്ഞി വയ്ക്കുക. മനസ്സിലായി? എന്നിട്ട് അതിൽ തിപ്പലി നെയ്യിൽ വറുത്തിട്ട് അത് ചേർത്തിട്ട് കഞ്ഞി കുടിക്കുക. തിപ്പലി പിടിച്ച് നെയ്യിൽ വറുക്കുക, എന്നിട്ട് അത് ചേർത്ത് കഞ്ഞി കുടിക്കുക. അങ്ങനെ ചെയ്യും. പിന്നെ ഇനി മറ്റൊരു പ്രയോഗമാണ്, നമുക്ക് കണ്ണിന് കാഴ്ച കുറയില്ലേ, വിഷൻ കുറയുമ്പോൾ. അത് പല കാരണങ്ങൾ കൊണ്ട് വരാം. റിറ്റിനോപ്പതി, അതല്ലെങ്കിൽ മറ്റു തിമിരം, കാറ്ററാക്ട് ഒക്കെ ഇല്ലേ, അത്തരം അവസ്ഥ ഉണ്ടാവാം, അല്ലെങ്കിൽ പ്രായാധിക്യം കൊണ്ടാവാം കാഴ്ച കുറഞ്ഞു വരുമ്പോൾ നമുക്ക് അതിന് വേറെ പ്രയോഗമുണ്ട്. അതിനെന്താ ചെയ്യുന്നത് അറിയും? അമുക്കുരവും ഇരട്ടി മധുരവും നെല്ലിക്കും, ഉണക്കനെല്ലിക്കും, കുരുകളഞ്ഞ ഉണക്കനെല്ലിക്കും ഇരട്ടി മധുരവും അമുക്കുരവും സമമായിട്ട് എടുത്ത് കുടിക്കുക. എന്നിട്ട് അത് നൈസ് പൊടിയാക്കി എടുത്തിട്ട് അതിപ്പോൾ 1 ടീസ്പൂൺ, ഈ സമം ചേർത്ത് പൊടിച്ചെടുത്ത് 1 ടീസ്പൂൺ എടുക്കണമെങ്കിൽ അതിൽ 1 ടീസ്പൂൺ പശുനെയ്യ്, നല്ല പശുനെയ്യ് ചേർക്കുക. അതിന്റെ ഇരട്ടി നെയ്യും തേനും സമ അളവിൽ എടുക്കില്ല. 1 ടീസ്പൂൺ, ഇത് 3 കൂടി പൊടിച്ച പൊടി 1 ടീസ്പൂൺ എടുക്കുമെങ്കിൽ 1 ടീസ്പൂൺ നെയ്യും 2 ടീസ്പൂൺ തേനും കൂടെ ചേർത്ത് നന്നായി ചാലിച്ചിട്ട് കാലത്ത് ഭക്ഷണശേഷം കൊടുക്കും. അല്ലെങ്കിൽ രാത്രി ഭക്ഷണശേഷം കഴിക്കാം, വിരോധമില്ല. അപ്പോൾ അത് കാഴ്ചയ്ക്ക് ശക്തി നൽകുന്നതിന്, ഐവിഷൻ കൂട്ടുന്നതിന്, സൈറ്റ് കൂട്ടുന്നതിന് സഹായിക്കാറുണ്ട്. അപ്പോൾ അത്തരം പ്രയോഗങ്ങൾ ഇതിനെ ഉപയോഗിച്ച് വരുന്നു. പാൽക്കഷായമായിട്ടാണ് പൊതുവെ ഉപയോഗിക്കുക. നമുക്കൊരു പാല് വേവിച്ചിട്ട് പുഴുങ്ങി പാല് വേവിച്ചിട്ട് ആ പാൽക്കഷായം കഴിക്കാനായിട്ട് പറ്റും. അതുപോലെ ചൂർണ്ണമായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് പാലിൽ പുഴുങ്ങി പൊടിച്ച് നമ്മളൊരു ഗ്ലാസ്, ആ ചൂർണ്ണം നമ്മൾ എയർടൈറ്റായിട്ട് അടച്ചു വെച്ചിട്ട് 1 ഗ്ലാസ് പാലിലേക്ക് 1 സ്പൂൺ പൊടി ചേർത്ത് കഴിക്കാം. സാധാരണ അത് മതി. അപ്പോൾ അത് ഈ മോട്ടിലിറ്റി, ഇൻഫെർട്ടിലിറ്റി കേസിലേക്ക് മോട്ടിലിറ്റി കുറയുക, അതുപോലെ സ്പേം കൗണ്ട് കുറയുക, വോളിയം കുറയുക, അത്തരം അവസ്ഥയിൽ അങ്ങനെ നിർദ്ദേശിക്കാറുണ്ട്. ഇനിയിപ്പോൾ ദേഹപുഷ്ടിക്കും മസിൽപുഷ്ടിയൊക്കെ വേണ്ടവർക്കാണെങ്കിൽ നമ്മൾ ലേഹ്യം, അശ്വഗന്ധാദി ലേഹ്യമൊക്കെ നിർദ്ദേശിക്കും. മനസ്സിലായോ? പിന്നെ ഇതിന്റെ ഇലയും ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഈ പിടകകൾ ഉണ്ടാവും, അങ്ങനെ കാർബങ്ങൾ എന്ന് പറയില്ലേ, കുരുക്കൾ പൊട്ടാതെ ഇരിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്, ഇതിന്റെ ഇല അരച്ച് പുരട്ടും. അപ്പോൾ അത് ഒരു പരിധിയിൽ വിട്ട് വലിപ്പമുള്ളതാണെങ്കിൽ അത് ഒന്നുകൂടെ വീർത്ത് പൊട്ടിപ്പോവും. അല്ല ചെറിയ ലെവലിലാണെങ്കിൽ ഈ അമുക്കുരത്തിന്റെ ഇല, അശ്വഗന്ധത്തിന്റെ ഇല അരച്ച് പുരട്ടിയാൽ അത് വലിഞ്ഞു പോകും. അങ്ങനെയും പ്രയോഗങ്ങൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു. എനിക്ക് നേരിട്ട് അനുഭവമില്ല, അങ്ങനെ പറയുന്നു. പിന്നെ അതുപോലെ ഈ പാലിൽ പുഴുങ്ങിയ അമുക്കുരം ഉണ്ടല്ലോ, വേര്, അമുക്കുരത്തിന് അശ്വഗന്ധം വേരുണ്ടല്ലോ, അമുക്കുരം പാലിൽ പുഴുങ്ങിയിട്ട് അരയ്ക്കുക. എന്നിട്ട് ഈ ആമവാദ രോഗികൾക്ക് മുട്ടിൽ വേദന ഉണ്ടാവും, കലശലായ വേദനയായിരിക്കും. അപ്പൊ ഇതാണ് ഉഷ്ണ സ്നിഗ്ധാണല്ലോ. അപ്പോൾ അത് ലേപനം ചെയ്ത് കഴിഞ്ഞാലും ഈ വേദനയ്ക്ക് ആശ്വാസം ലഭിക്കും. ആമവാദ രോഗികൾ, റൊമാറ്റിക് ഫീവർ എന്ന് പറഞ്ഞ രോഗാവസ്ഥയിൽ കാൽമുട്ടിൽ നീരും വേദനയും കലശലായിട്ട് അനുഭവപ്പെടുമ്പോൾ അമുക്കുരം പാലിൽ പുഴുങ്ങി അരയ്ക്കുക.
എന്നിട്ട് അത് ലേപനം ചെയ്തിട്ട് വെച്ച് കെട്ടി വെച്ചാലും വിരോധമില്ല. അപ്പോൾ രാത്രിയൊക്കെ അത് വെച്ച് കെട്ടി കഴിഞ്ഞാൽ നമ്മൾ IPL അഡ്മിറ്റ് ചെയ്തിട്ടുള്ള പേഷ്യൻസിന് അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഈ വേദനയ്ക്ക് നല്ല ആശ്വാസം കിട്ടും, സുഖമായിട്ട് പേഷ്യൻ്റ് ഉറങ്ങും. അതായത് ഇച്ചിരി അശ്വന്താരിഷ്ടം കൂടി ഒരു 30 ml അശ്വന്താരിഷ്ടം കൂടി രാത്രി ഭക്ഷണം കഴിഞ്ഞിട്ട് കൊടുത്താൽ സുഖമായിട്ട് ഉറങ്ങും, ഒരു വേദനയില്ലാതെ. നേരിട്ട് കണ്ടിട്ട് ഞാൻ അല്ലെങ്കിൽ ധനന്ദ്രമുളി കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട് പലപ്പോഴും. ഓക്കെ, അപ്പോൾ വായുവിനൊക്കെ ശമനം ലഭിക്കുന്ന വാതാനുലോപനം ഉണ്ടാകുന്നതിന് സഹായിക്കും. ഇതെല്ലാം ഇനി നിങ്ങളോട് പ്രത്യേകിച്ച് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാണ്, ഇതെല്ലാം നിങ്ങളുടെ ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം വേണം ഉപയോഗിക്കാനായിട്ട്. കാരണം ഇതിന് വൈഡ് റേഞ്ച് അപ്ലിക്കേഷനാണ്. പല രോഗാവസ്ഥയിലും നിങ്ങളുടെ ശരീരപ്രകൃതി അനുസരിച്ച്, രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച് ഇതുവരെയും വരുന്ന. അപ്പോൾ അതിന്റെ ഡോസ് മാറ്റി കൊടുക്കണം. അതുപോലെ അനുപാനങ്ങൾ എന്തിനോട് ചേർത്ത് ഉപയോഗിക്കണം, അതുപോലെ എന്ത് ഔഷധങ്ങളോട് ചേർത്ത് ഉപയോഗിക്കണം, അത് നിങ്ങളുടെ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച്, ദോഷപ്രകൃതിക്ക് അനുസരിച്ച് നിങ്ങളുടെ അടുത്തുള്ള ആയുർവേദ ഡോക്ടറെ സമീപിച്ചാൽ കൃത്യമായിട്ട് നിശ്ചയിച്ചു തരും. ഇനി അതില്ലെങ്കിൽ ഓൺലൈൻ കൺസൾട്ടേഷൻ ആയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാവുന്ന നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരുവിധം കാര്യങ്ങളൊക്കെ പറഞ്ഞു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും പ്രയോജനപ്പെടുത്തുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ പറയാനുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ. ഇനിയിപ്പോൾ അത് നല്ല അഭിപ്രായം അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു, എനിക്ക് സന്തോഷം. അതും എനിക്ക് തിരുത്തി മുന്നോട്ട് പോകാൻ സാധിക്കുമല്ലോ. ഇനി നല്ല അഭിപ്രായം അല്ലാത്തതുകൊണ്ടാണ് പറയാതിരിക്കണമെങ്കിൽ വിരോധമില്ല, ഞാൻ സ്വീകരിച്ചോളാം. അതെനിക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോൾ അതും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നേരിട്ട് വിളിക്കേണ്ടവർക്ക് വിളിക്കും ചെയ്യാം. ഓക്കെ, തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം വീണ്ടും കാണാം. ഞാൻ ഡോക്ടർ സേവ്യർ, ആദ്യം ആയുർവേദം.